എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 റൂത്ത് അധ്യായം 2 56 ചോദ്യോത്തരങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളെല്ലാവരും ഇത് കേൾക്കുകയും ഇത് നന്നായി പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റൂത്ത് 2-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഉത്തരം റൂത്ത് ബോവാസിൻ്റെ വയലിൽ. രണ്ടാമത്തെ ചോദ്യം, 2-ാമത്തെ അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23. മൂന്നാമത്തെ ചോദ്യം, നവോമിയുടെ ഭർതൃകുടുംബത്തിലുണ്ടായിരുന്ന ധനികൻ്റെ പേരെന്ത്? ഉത്തരം ബോവാസ്. നാലാമത്തെ ചോദ്യം, ആരുടെ ഭർതൃകുടുംബത്തിലാണ് ബോവാസ് എന്നു പേരായ ധനികൻ ഉണ്ടായിരുന്നത്? ഉത്തരം നവോമിയുടെ. അഞ്ചാമത്തെ ചോദ്യം, ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് ആരോട് ചോദിച്ചു? ഉത്തരം മൊവാബയായ റൂത്ത് നവോമിയോട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാ പെറുക്കിയത്? ഉത്തരം റൂത്ത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ബോവാസ് ഏത് കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു? ഉത്തരം എലിമെലേക്കിൻ്റെ കുടുംബത്തിൽ. 8, റൂത്ത് ഏത് വയലിലാണ് എത്തിച്ചേർന്നത്? ഉത്തരം ബോവാസിൻ്റെ വയലിൽ. 9, റൂത്ത് 2:4 പ്രകാരം ബോവാസ് എവിടെ നിന്ന് വന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ബെത്ലഹേമിൽ നിന്ന്. 10, ബോവാസ് കൊയ്ത്തുകാരെ എന്ത് പറഞ്ഞാണ് അഭിവാദനം ചെയ്തത്? ഉത്തരം കർത്താവ് നിങ്ങളോട് കൂടെ. 11ാമത്തെ ചോദ്യം, കൊയ്ത്തുകാർ എന്ത് പറഞ്ഞാണ് പ്രത്യഭിവാദനം ചെയ്തത്? ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. 12ാമത്തെ ചോദ്യം, ആരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോടാണ് ബോവാസ് ചോദ്യം ചോദിക്കുന്നത്? ഉത്തരം കൊയ്ത്തുകാരുടെ മേൽനോട്ടം. 13ാമത്തെ ചോദ്യം, കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചതെന്ത്? ഉത്തരം ആരാണ് ഈ യുവതി? 14ാമത്തെ ചോദ്യം, ഭൃത്യൻ ബോവാസിനോട് സ്ത്രീ ആരോടൊപ്പം വന്നു എന്നാണ് പറയുന്നത്? ഉത്തരം നവോമിയോടൊപ്പം. 15ാമത്തെ ക്വസ്റ്റ്യൻ, എവിടെ നിന്ന് വന്ന ഏത് സ്ത്രീയെയാണ് ഭൃത്യൻ ബോവാസിനോട് മറുപടി നൽകിയത്? ഉത്തരം മൊവാബിൽ നിന്ന് വന്ന മൊവാബി സ്ത്രീ. 16, റൂത്ത് ബോവാസിനോട് എന്താണ് അപേക്ഷിച്ചത്? ഉത്തരം വയലിൽ കാലാ പെറുക്കാൻ അനുവദിക്കണമേ എന്ന്. 17, ബോവാസ് എങ്ങനെയാണ് റൂത്ത് 2:8 റൂത്തിനെ അഭിസംബോധന ചെയ്യുന്നത്? മകളെ എന്ന്. 18, ആരോട് കൂടി ചേർന്ന് കൊള്ളാനാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? ഉത്തരം എൻ്റെ ദാസിമാരോട് കൂടെ ചേർന്ന് കൊള്ളാൻ. 19ാമത്തെ ചോദ്യം, റൂത്തിനെ ശല്യപ്പെടുത്തരുതെന്ന് ആരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബോവാസ് പറയുന്നത്? ഉത്തരം ഭൃത്യന്മാരോട്. 20, നിനക്ക് ദാഹിക്കുമ്പോൾ ഏത് വെള്ളം കുടിക്കാമെന്നാണ് ബോവാസ് പറയുന്നത്? ഉത്തരം ഭൃത്യന്മാർ കോരി വച്ചിട്ടുള്ള വെള്ളം. 21, റൂത്ത് ഡാഷ് ചെയ്തുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു? ഉത്തരം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ, റൂത്ത് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞത് എന്ത്? ഉത്തരം അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? 23ാമത്തെ ക്വസ്റ്റ്യനാണ്, ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ ആർക്കു വേണ്ടി ചെയ്തത് അറിയാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? ഉത്തരം അമ്മായി അമ്മയ്ക്ക് വേണ്ടി. 24ാമത്തെ ക്വസ്റ്റ്യൻ, ആരെയെല്ലാം വിട്ട് റൂത്ത് വന്നു എന്നാണ് ബോവാസിന് അറിയാമെന്ന് പറയുന്നത്? ഉത്തരം മാതാപിതാക്കളെയും സ്വദേശത്തെയും. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ജനത്തിൻ്റെ ഇടയിൽ വന്നതും എല്ലാം അറിയാമെന്നാണ് ബോവാസ് 2:11 റൂത്തിനോട് പറയുന്നത്? ഉത്തരം അപരിചിതനായ ജനത്തിൻ്റെ. 26, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും ആരോട് പറഞ്ഞു? ഉത്തരം
ബോവാസ് റൂത്തിനോട്. 27ാമത്തെ ക്വസ്റ്റ്യൻ, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ആര് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുമെന്നാണ് ബോവാസ് റൂത്തിനോട് 2:12 പറയുന്നത്? ഉത്തരം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, യജമാനനെ, അങ്ങ് എന്നോട് എന്തു കാണിച്ചിരിക്കുന്നു എന്നാണ് റൂത്ത് ബോവാസിനോട് പറയുന്നത്? ഉത്തരം, വലിയ ദയ. 29, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ഡാഷ് ഒരുവളല്ല, പൂരിപ്പിക്കുക. ഉത്തരം, ദാസിമാരിൽ. 30, എങ്കിലും ഈ ദാസിയെ റൂത്തിനെ ബോവാസ് എന്തെല്ലാം ചെയ്തു എന്നാണ് പറയുന്നത്? ഉത്തരം, ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. 31ാമത്തെ ക്വസ്റ്റ്യനാണ്, ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിനോട് പറഞ്ഞതെന്ത്? ഉത്തരം, വന്നു ഭക്ഷണം കഴിക്കൂ. 32, എന്തിൽ മുക്കി അപ്പം ഭക്ഷിച്ചു കൊള്ളൂ എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം, വീഞ്ഞിൽ മുക്കി. 33, റൂത്ത് 2:14 റൂത്ത് ആരോടൊപ്പമാണ് ഇരുന്നത്? ഉത്തരം, കൊയ്ത്തുകാരോട് കൂടെ. 34, ബോവാസ് റൂത്തിന് 2:14 എന്താണ് കൊടുത്തത്? ഉത്തരം, മലർ. 35, റൂത്ത് 2:15 റൂത്ത് എന്തിനാണ് എഴുന്നേറ്റത്? ഉത്തരം, കാലാപെറുക്കാൻ. 36, റൂത്ത് എവിടെ നിന്നും കാലാപെറുക്കൽ ശേഖരിച്ചു കൊള്ളട്ടെ എന്നാണ് ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത്? ഉത്തരം, കറ്റകളുടെ ഇടയിൽ നിന്ന്. 37, റൂത്ത് 2:16 റൂത്തിനെ എന്ത് ചെയ്യരുത് എന്നാണ് ബോവാസ് പറയുന്നത്? ഉത്തരം, ശകാരിക്കരുത്, ശാസിക്കരുത്. 38ാമത്തെ ക്വസ്റ്റ്യൻ, എവിടെ നിന്നും കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം എന്നാണ് ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത്? ഉത്തരം, കറ്റകളിൽ നിന്നും. 39, റൂത്ത് എത്ര സമയം വരെ കാല പെറുക്കി എന്നാണ് റൂത്ത് 2:17 പറയുന്നത്? ഉത്തരം, സന്ധ്യ വരെ. 40ാമത്തെ ക്വസ്റ്റ്യൻ, മെതിച്ചപ്പോൾ ഏകദേശം എത്ര ബാർലി ഉണ്ടായിരുന്നു? ഉത്തരം, 1 ഏഫ ബാർലി. 41ാമത്തെ ക്വസ്റ്റ്യനാണ്, റൂത്ത് ബാർലി എടുത്തുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോയത്? ഉത്തരം, നഗരത്തിലേക്ക്. 42ാമത്തെ ക്വസ്റ്റ്യൻ, റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? ഉത്തരം, അമ്മായി അമ്മയെ. 41ാമത്തെ ക്വസ്റ്റ്യൻ, റൂത്ത് 2:19 അമ്മായി അമ്മ റൂത്തിനോട് ആദ്യം ചോദിക്കുന്നത് എന്ത്? ഉത്തരം, എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത്? 44, അമ്മായി അമ്മ രണ്ടാമതായി 2:19 റൂത്തിനോട് ചോദിക്കുന്നത് എന്ത്? ഉത്തരം, എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? 45ാമത്തെ ക്വസ്റ്റ്യനാണ്, നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം, അനുഗ്രഹീതനാകട്ടെ. 46, താനിന്ന് ജോലി ചെയ്തത് ആരുടെ കൂടെയാണ് എന്നാണ് റൂത്ത് അമ്മായി അമ്മയോട് 2:19 പറയുന്നത്? ഉത്തരം, ബോവാസിനോട് കൂടെ. 47, റൂത്തെ 2:20 ആരോടെല്ലാം കാരുണ്യം കാണിക്കുന്ന കർത്താവ് എന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത്? ഉത്തരം, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കർത്താവ് എന്ത് കാണിക്കുന്നു എന്നാണ് റൂത്ത് 2:20 പറയുന്നത്? ഉത്തരം, കാരുണ്യം. 49ാമത്തെ, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് ആരെ അനുഗ്രഹിക്കട്ടെ എന്നാണ് റൂത്ത് 2:20 പറയുന്നത്? ഉത്തരം, ബോവാസിനെ. അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. ഇത് പറഞ്ഞത് ആര്? ഉത്തരം, നവോമി. 51ാമത്തെ, എന്തു തീരുവോളം വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് റൂത്ത് പറയുന്നത്? ഉത്തരം, കൊയ്ത്തു മുഴുവൻ. 52ാമത്തെ ക്വസ്റ്റ്യനാണ്, എവിടെ പോയി ശല്യം ഏൽക്കുന്നതിനെ കുറിച്ചാണ് റൂത്ത് 2:22 നവോമി പറയുന്നത്? ഉത്തരം, മറ്റു വയലുകളിൽ പോയി. 53ാമത്തെ ക്വസ്റ്റ്യനാണ്, മറ്റു വയലുകൾ പോയി ശല്യമേൽക്കാനിടയാകാതെ നീ അവൻ്റെ ആരോടുകൂടെ പോകുന്നതാണ് നല്ലത് എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം, ദാസിമാരോട് കൂടെ. 54, എന്തിൻ്റെ എല്ലാം വിളവെടുപ്പിനെ കുറിച്ചിട്ടാണ് റൂത്ത് 2:23 പറയുന്നത്?
ഉത്തരം ബാർലിയുടെയും ഗോതമ്പിൻ്റെയും. 55-ാമത്തെ ക്വസ്റ്റ്യനാണ്. റൂത്ത് ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് എന്താണ് ചെയ്തത്? ഉത്തരം കാലാപെറുക്കി. 56-ാമത്തെ ക്വസ്റ്റ്യൻ. റൂത്ത് ആരോടൊത്ത് ജീവിച്ചു എന്നാണ് റൂത്ത് 2:23 അവസാന വചനഭാഗത്ത് പറയുന്നത്? ഉത്തരം അമ്മായി അമ്മയോടൊത്ത്.